നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. കേരളത്തിൻ്റെ ടൂറിസം സ്വപ്നങ്ങൾ ചിറക് വിടർത്തുകയാണ്. സീപ്ലെയിൻ പദ്ധതി പരീക്ഷണഘട്ടത്തിൽ വിജയം എന്ന് നമ്മൾ ഉറപ്പിക്കുകയാണ്. സീപ്ലെയിൻ പദ്ധതിയെ സംബന്ധിച്ച് സർക്കാർ നിലപാടുകളുമായി മുന്നോട്ട് പോകുമ്പോൾ മുമ്പ് ഇതിനെ എതിർത്ത വിഷയം ഉയർന്നു വരികയാണ്. 2013 സമാനമായ ഒരു സാഹചര്യത്തിൽ സീപ്ലെയിനെതിരെ ശക്തമായ നിലപാടെടുത്ത CPM ഇന്ന് ആ നിലപാട് മാറ്റുകയാണ്. അതോ മറ്റൊരു രീതിയിലാണോ സീപ്ലെയിൻ നമുക്ക് മുന്നിൽ എത്തുന്നത്? ഈ വിഷയമാണ് പൊതുവേദി ഇന്ന് പ്രേക്ഷകർക്കൊപ്പം ചർച്ച ചെയ്യുന്നത്. മലക്കം മറിഞ്ഞോ CPM? എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. ആദ്യ കോളർ നമ്മുടെ തൃശ്ശൂരിൽ നിന്നാണ് ശിവജി. ശ്രീ ശിവജിക്ക് എന്തു തോന്നുന്നു? 2013 മെയ് 30 കേരളത്തിൻ്റെ കായൽ വിനോദസഞ്ചാര മേഖലയ്ക്ക് വിപ്ലവാത്മകമായ ഒരു മാറ്റം കുറിക്കാൻ കൊണ്ടുവന്നതായിരുന്നു സീപ്ലെയിൻ പദ്ധതി. ആ പദ്ധതിയെ അന്ന് വലിയ തോതിൽ വിമർശനങ്ങൾ നേരിട്ടു. ഇന്ന് പുതിയൊരു പദ്ധതി വരുമ്പോൾ അത് എത്രമാത്രം പ്രായോഗികമാകുമെന്നാണ് ശ്രീ ശിവജി കരുതുന്നത്? മനുസാറെ, ഞാൻ മനുസാറിനോട് CPM കുറിച്ച് എന്തെങ്കിലും കുറ്റം പറഞ്ഞ അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടം. അങ്ങനെ അപ്പൊ തന്നെ എതിർക്കും. അങ്ങനെ പറയാൻ പാടില്ല രാഷ്ട്രീയത്തെ. ഞാൻ ഇവരെ കുറ്റം പറയുന്ന അർത്ഥമുള്ളത് കൊണ്ട് തന്നെ സാറിന് അറിയാലോ, ഇവര് കമ്പ്യൂട്ടറിനെ എതിർത്തു, ട്രാക്ടറിനെ എതിർത്തു, JCB എതിർത്തു. ഇവരെന്തിനെ എതിർക്കാത്ത? ഇവർക്ക് ബോധോദയം വരുമ്പോഴത്തേക്കും കുറെ സമയം എടുക്കും. ഇവര് നുണയെ വായെടുത്താ പറയുന്നത്. ഇതുകൊണ്ടാണ് ഞാൻ ഇവരെ വെറുക്കുന്നു പറയുമ്പോൾ സാർ എന്നെ എപ്പോഴും വഴക്കും. അങ്ങനെ പറയാൻ പാടില്ല. ഞാൻ പ്രപഞ്ചത്തിലെ ഏറ്റവും മോശമായ പാർട്ടിയാണ് CPM എന്ന് പറഞ്ഞപ്പോ അങ്ങനെ സംഭവത്തില്ല. ഞാൻ അവരെ എതിർക്കുന്നതിനോ വിമർശിക്കുന്നതിനോ ഒരു ഘട്ടത്തിലും എതിരല്ല. പക്ഷെ നമ്മൾ അത് ഒരു പൊതുവേദിയിലെത്തി വളരെ ജനാധിപത്യപരമായ രീതിയിൽ എതിർക്കണം. മനസ്സിലായി. ഇപ്പൊ മത്സ്യത്തൊഴിലാളികൾക്ക് യാതൊരു കുഴപ്പമില്ലേ? മത്സ്യബന്ധനത്തിന് തടസ്സം വരുന്നില്ലേ? അതോ കായലിൽ ഇപ്പൊ വേറെന്തെങ്കിലും മാറ്റം വന്നോ? ഞാൻ ചോദിക്കട്ടെ, ഈ ബോൾക്കാട്ടി കായലില് എന്തെങ്കിലും മാറ്റം വന്നോ? ഇപ്പം അതേ ബോൾക്കാട്ടി കായൽ തന്നെയല്ലേ ഉള്ളത്? അവിടെ തന്നെയല്ലേ ഈ പരിപാടി നടത്തുന്നത്? പിന്നെ ഈ സാധനം മാട്ടുപ്പെട്ടിയിലെ ഡാമിലെ ഇറങ്ങുന്നത് വന്യമൃഗങ്ങൾ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സൂചന വന്നിട്ടുണ്ട്. അത് വേറെ കാര്യം. ഇതൊക്കെ ഈ കാണിക്കുന്നതൊക്കെ ഞാൻ പറയുന്നത് ജനങ്ങളെ, ഇവർക്ക് ആ കിട്ടിയ പൈസ കൊണ്ട് ആ പാവങ്ങൾക്ക് വയനാട് കൊടുക്കുന്നതിന് പകരം ആ പൈസ പൂഴ്ച വെച്ചുകൊണ്ട് പുള്ളി ഇവിടെ സീപ്ലെയിൻ നടത്തുക. അത് പണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ സ്ലീപ്പ്. എന്നിട്ട് മരുമോനും മറ്റേ പുള്ളി ഇപ്പൊ പറഞ്ഞാൽ പറയും മരുമോൻ എന്ന് പറഞ്ഞു, മറ്റേ പുള്ളിയും കൂടെ രാജീവും കൂടെ കൂടിയാ ഇതിൽ കയറി രസിക്കുകയാണ്. നിങ്ങൾ ഫോട്ടോ കാണിക്കുന്നത് ഞങ്ങൾ കണ്ടോണ്ടിരിക്കുക. എന്തൊരു വിരോധാഭാസമാണ്. വ്യക്തമാണ്. താങ്കൾ നമുക്കിന്ന് അധികം സമയമില്ല. ഏതായാലും വളരെ നന്ദി. താങ്കൾ വിളിക്കുക, അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തു. സ്കറിയ എന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നത് കണ്ണൂരിൽ നിന്നാണ്. സ്കറിയ, കുറച്ച് ദിവസമായല്ലോ പൊതുവേദിയിലേക്ക് വിളിച്ചിട്ട്. തിരക്കിലായിരുന്നോ? തിരക്കിലല്ലായിരുന്നു, വിളിച്ചിട്ട് കിട്ടണ്ടേ? അല്ല, പക്ഷെ നമ്മൾ ഇന്നലെയൊക്കെ 1 മണിക്കൂറാണ് പൊതുവേദി ഉണ്ടായിരുന്നത്. എല്ലാവർക്കും കിട്ടുന്ന തരത്തിലേക്ക് കിട്ടുന്നില്ല. ഇന്നലെ ഞാൻ സ്ഥലത്തില്ലായിരുന്നു. ശരി. അപ്പൊ എനിക്ക് പറയാനുള്ള കാരണം എന്താ, CPM-കാരുടെ കാര്യം പറഞ്ഞാൽ അവർക്ക് ബുദ്ധിയില്ല, വിവരമില്ല. അവരെ എല്ലാം അടവുനയമാണെന്ന് പറയും. ഇത് 13 കൊല്ലം മുമ്പ് ഉമ്മൻചാണ്ടി കൊണ്ടുവന്നപ്പം കായലിന്റെ നടുക്കൂടെ മുഴുവൻ ബോട്ടിലെ മത്സ്യത്തൊഴിലാളികളെ കൊണ്ടുവന്ന് ഇതിറക്കാൻ അവിടെ സമ്മതിച്ചില്ല. രണ്ടാമത്തെ കാര്യം, ഇവരെല്ലാ കാര്യങ്ങളും പണ്ട് എക്സ്പ്രസ് ഹൈവേ കൊണ്ടുവരാന്ന് പറഞ്ഞു കോരന്റെ പശു റോഡിന്റെ അപ്പുറത്തായിരിക്കും, കയർ ഇപ്പുറത്തായിരിക്കും. പിന്നെ വെട്ടുകല്ല് മെഷീൻ കൊണ്ടുവന്നപ്പോൾ ഇവർ പറഞ്ഞു അത് പറ്റിയല്ല, ഇവിടുത്തെ തൊഴിലാളികൾക്ക് തൊഴിൽ കിട്ടില്ല. ഇന്ന് ഈ കേരളത്തിലുള്ള ഈ പണകൾ മുഴുവൻ CPM-ന്റെ സൊസൈറ്റി അല്ലെ CPM-ന്റെ നേതാക്കന്മാരുടെ ഇല്ല എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ വന്നപ്പോൾ ഇവർക്ക് വിവരദോഷം മാത്രമേ വരുന്നുള്ളൂ. അതായത് അന്ന് ഈ 13 കൊല്ലം മുമ്പ് ഈ സാധനം ഇവിടെ വരികയും ഈ എക്സ്പ്രസ് ഹൈവേ ഇവിടെ വരികയായിരുന്നെങ്കിൽ നമ്മുടെ കേരളം ഒരു 50 കൊല്ലം മുന്നോട്ട് പോയതിനെ. യുവന്മാരെല്ലാം ഈ ഒരു 50 കൊല്ലം പുറകോട്ട് വിടുകയും വിവരദോഷം കാണിക്കും. പിന്നെ പറഞ്ഞതിനകത്തൊരു കാര്യമുണ്ട്, റിയാസ് പറഞ്ഞതിന് എനിക്ക് ഇന്ന് ഇഷ്ടപ്പെട്ട ഒരു കാര്യമുണ്ട്, സ്വന്തം കണ്ണാടി നോക്കി ചിരിച്ചാൽ മതി. അതിനകത്ത് എനിക്ക് പറയാനുള്ള ശക്തി സിനിമയ്ക്കകത്ത് ജയനും എം നമ്പ്യാരുമായിട്ട് അവസാന ഭാഗത്തൊരു ക്ലൈമാക്സ് രംഗമുണ്ട്. എന്ന് പറഞ്ഞാൽ യുവമാർക്കല്ല, ഈ സഖാക്കന്മാരുടെ കുട്ടി സഖാക്കന്മാർക്കെല്ലാം കണ്ണാടിക്കൂട് ഉണ്ടാക്കി വെച്ച് കൊടുക്കുകയാണ്. ഇവന്മാരെ നിന്ന് ചിരിക്കുന്ന കാണാന്നേ. ഇവന്മാര് വിവരം കെട്ടവന്മാരാ ഇപ്പം പറയുന്നത്. ശരി, വ്യക്തമാണ്. ഞാൻ മറ്റൊരു പ്രേക്ഷകൻ കൂടി യുവമാർ ഈ നാട് എല്ലാം ശരിയാക്കുമെന്ന് പറഞ്ഞ് വന്ന് കുട്ടിച്ചോറാക്കും. അത് കാരണം അടുത്ത ഒരു 5 കൊല്ലം കൂടി യുവമാര് ഭരിക്കണം. അങ്ങനെയാണ് ഇവിടുത്തെ കുട്ടി സഖാക്കന്മാരെ യുവമാരെ കല്ലെടുത്തെറിഞ്ഞ് ഇവിടുന്ന് ഓടിക്കും. വ്യക്തമാണ്. കണ്ണൻ എന്നൊരു പ്രേക്ഷകൻ ആലപ്പുഴയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ കണ്ണൻ, വലിയ പ്രതിഷേധം ആണ് അന്ന് ശ്രീദാസൻ എന്നൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീദാസൻ, വലിയ പ്രതിഷേധങ്ങൾ ഒക്കെ അന്ന് വന്നിരുന്നു. ഇന്ന് പക്ഷേ CPIക്ക് സമാനമായ നിലപാട് തന്നെയാണ്. അത് പുനഃപരിശോധിക്കണം എന്ന നിലപാടാണ് അവർക്കുള്ളത്. മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്ന നിലപാട് അവർക്ക് ഉണ്ട്.
ഇപ്പോൾ ഇതിൽ ഒരു ഭിന്നത ഈ ഭരണകക്ഷികളിൽ തന്നെ ഭരണമുന്നണിയിൽ തന്നെ ഉണ്ടാകും എന്ന് കരുതേണ്ടതുണ്ടോ? അല്ല, പിന്നെ മനു, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പൊ കുറച്ച് കാലങ്ങളായിട്ട് ഈ പൈസ ഉണ്ടാക്കുവാന്ന് മാത്രമേ ഉദ്ദേശമുള്ളൂ. ഇവർക്ക് മറ്റുള്ള നാട്ടുകാരെ ജനങ്ങളെ കുറിച്ചൊന്നും പ്രശ്നമേ അല്ല. ഇപ്പൊ നമ്മളിപ്പോ നോക്ക്, ഇപ്പൊ കുറച്ചു മുമ്പ് പ്രേക്ഷകർ പറഞ്ഞ പോലെ കല്ല് വെട്ടിനെ സംബന്ധിച്ചായാലും ശരി, ഈ കരിങ്കല്ലിന്റെ കർഷകരെ സംബന്ധിച്ചായാലും ശരി, കമ്പ്യൂട്ടർ ഉൾപ്പെടെ ഇവരെല്ലാത്തിനും എതിർത്ത ആൾക്കാരില്ല. ഇപ്പൊ ഇവരുടെ അഭിപ്രായം എന്താണ്? പക്ഷെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഞാൻ പറയുന്നത് ഇപ്പൊ കുറച്ച് കാലങ്ങളായിട്ട് ഇവര് നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന ഇവരെ പറ്റി പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ഇവര്. നമ്മൾ മടുത്തു ഇവരാ. ഞാനൊരു കമ്മ്യൂണിസ്റ്റ് ആശയത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. കുറച്ച് കാലങ്ങളായിട്ട് ഇവർ ഏത് തരത്തിൽ പൈസ ഉണ്ടാക്കാൻ പറ്റും. ഇവർക്ക് പ്രത്യേക ഒരു പിന്നെ ഇന്ത്യൻ ഭരണഘടന ഇവർക്ക് ബാധകമല്ല. ഇവർക്ക് പ്രത്യേക നിയമമാണ്. ഇവര് പറയുന്ന നിയമം അത് എല്ലാ ആൾക്കാരും അംഗീകരിച്ചു പോവാ. ഞാൻ പറയുന്നത് താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. യെസ്, രഘുനന്ദൻ എന്നൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം യൂട്യൂബിൽ ചേർന്നിരുന്നു. ഒരു പദ്ധതി നടപ്പാക്കി അതെങ്ങനെ പരിപാലിച്ചു കൊണ്ടുപോകാം എന്ന് പിണറായി വിജയൻ അറിയാം, അതുകൊണ്ടാണ് അദ്ദേഹം വ്യത്യസ്തനാകുന്നത് എന്ന് ശ്രീ രഘുനന്ദൻ പറയുന്നു. ഏതായാലും ഈ 2013 മെയ് 30 കേരളത്തിൽ കൊണ്ടുവന്ന ആ പദ്ധതിയെ എതിർക്കുമ്പോൾ അന്ന് അതിൽ മാറ്റങ്ങൾ വരുത്തി നടപ്പിലാക്കാൻ ശ്രമിക്കാതെ പോയതിൽ അദ്ദേഹത്തിന് പാളിച്ച പറ്റിയോ എന്ന കാര്യം ഞാനും സംശയിക്കുകയാണ്. ജയകുമാർ എന്നൊരു പ്രേക്ഷകൻ കൂടി നമുക്കിപ്പം തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ശ്രീ ജയകുമാർ, കേൾക്കാമോ? കേൾക്കാം സർ, കേൾക്കാം. യെസ്, ശ്രീ ജയകുമാറിന് എന്ത് തോന്നുന്നു? അന്ന് ഈ CITUവിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ PP ചിത്തരഞ്ജനും അതുപോലെ TJ അഞ്ചലോസും CPIയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന TJ അഞ്ചലോസും ഒക്കെ അന്ന് ഈ പ്രക്ഷോഭം നയിച്ചവരാണ്. ഇന്ന് അവരിതൊക്കെ ഇത് അംഗീകരിക്കുമോ ശ്രീ ജയകുമാർ? നമസ്കാരം. നമസ്കാരം. ഇതിൽ ഒത്തിരി വ്യത്യാസമുണ്ട് കേട്ടോ സാറേ, പഴയതുപോലെ അല്ല, ഇതിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. കാരണം എന്താന്ന് വെച്ചാല് അന്ന് ഭരണപക്ഷമായിരുന്നു ഉമ്മൻചാണ്ടി സാറ്. കാരണം അന്ന് ഇത് നടപ്പാക്കിയ അദ്ദേഹമാണ് കമ്മീഷൻ കൊണ്ടുപോകണേ. ഇന്ന് അന്നത്തെ പ്രതിപക്ഷമാണ്, ഇന്ന് ഭരണപക്ഷമായിരിക്കുന്നത്. ഇന്ന് ഇവര് നടക്കുകയാണെങ്കിൽ അമ്മാവനും മരുമോനും കമ്മീഷൻ കിട്ടും. അങ്ങനെ ഒരു വലിയ വ്യത്യാസമുണ്ട്. രണ്ടാമത്തെ കേസ്, അപ്പം വയ്ക്കാൻ എളുപ്പമുണ്ട്, കന്നുകാലിയും കുട്ടിയെ അപ്പുറം ആക്കാൻ എളുപ്പമുണ്ട്. പിന്നെ വനത്തിലെ ആനയ്ക്ക് വെള്ളം കോരിക്കൊണ്ട് കൊടുക്കണമെന്നാണ് മണി പറഞ്ഞിരിക്കുന്നത്. പഴയ മന്ത്രി മണി പറഞ്ഞിരിക്കുന്നത് വെള്ളം കോരി ഇവര് കൊടുക്കുമെന്നാണ്, ഫോറസ്റ്റുകാർ കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയൊക്കെ ഒരു വ്യത്യാസമുണ്ട്. അന്ന് ആനയ്ക്ക് വെള്ളം കോരി കൊടുക്കാൻ ആളില്ല UDF. ഇത് മാത്രമല്ല, ഈ പറയുന്ന എല്ലാ ഐറ്റത്തിനെ എതിർത്തവരാണ് ഇവര്. കമ്പ്യൂട്ടർ മുതൽ എയർപോർട്ട് വരെ എതിർത്തവരാണ്. യാതൊരു വകയെ ഇവരെ കാര്യമായിട്ട് ഒന്നും ഈ കേരളത്തിൽ നടത്തിയിട്ടില്ല. എല്ലാ UDF ഗവൺമെന്റിൻ്റെത് എതിർക്കും. മെട്രോ ആയാലും കമ്പ്യൂട്ടർ ആയാലും JCB ആയാലും എതിർക്കും, ഇവർ നടപ്പാക്കും. ഇതാണ് നടക്കുന്നത്. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. വയലാറിൽ നിന്ന് ശ്രീ ശശിധരൻ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ശശിധരൻ, ഒരു ഘട്ടത്തിൽ വികസനവും സാങ്കേതിക വിദ്യയും എല്ലാം എതിർത്ത് ഇരുന്നു എന്നത് വാസ്തവമാണ്. അന്നത് മനുഷ്യരെ ബാധിക്കുമെന്ന ആശങ്ക കൊണ്ടാകാം. പക്ഷേ ഇപ്പോഴവർ തിരുത്തുന്നു എന്നതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയല്ലേ വേണ്ടത്? മനു, നമസ്കാരമുണ്ട്. നമസ്കാരം. ഒരു കാര്യം, 24-ാം തീയതി കാര്യം ഒരു പ്രശ്നമുണ്ട്. ഞാനിത് ആദ്യം പറഞ്ഞോട്ടെ. 24-ാം തീയതി പിന്നെ പൊതുവേദി വേണം കേട്ടോ. ഞായറാഴ്ചയാണ് മനസ്സിലാവും. ശരി, നമുക്ക് അപ്പോൾ അത് ശരിയാ, ഞാൻ അത് ശ്രദ്ധിച്ചില്ല. ഏതായാലും അത് നമുക്ക് 23-ാം തീയതിയോ അല്ലെങ്കിൽ മറ്റേ ഒരു വഴി ആലോചിക്കണം. വേറൊരു വിഷയം കൂടെ ചെറുതായിട്ട് പറഞ്ഞേക്കാം. നമ്മുടെ ശ്രീമതി ഒരു സബ്ജക്ട് ചോദിച്ചു. അവരെന്തെങ്കിലും എന്റെ പേരുന്ന് കാണുന്നതാണത്. ഇതെല്ലാം വെപ്പിക്കും, എന്നെ മറന്നുപോയാലും വെപ്പിക്കും. അത് ശരി, ഭാര്യയാണ് പൊതുവേദി കാണാൻ ഓർമ്മപ്പെടുത്തുന്നത് അല്ലേ? അതെ അതെ. ഏതായാലും അങ്ങയുടെ ഭാര്യയോട് ഈ ഞങ്ങളുടെ ന്യൂസ് 18-ലെയും ഈ സംഘത്തിന്റെ ആശംസകളൊക്കെ അറിയിക്കണം. പൊതുവേദി കാണുന്നു. പരാതി പറഞ്ഞു. പരാതിയുണ്ടോ? കാരണം നിങ്ങളൊക്കെ സ്ത്രീപക്ഷത്തിന് വേണ്ടി വാദിക്കുന്ന നിങ്ങൾ എന്തുകൊണ്ട് വനിതാ പ്രാതിനിധ്യം കൊടുക്കുന്നില്ല എന്നാണ് അവർ ചോദിക്കുന്നത്. വനിതാ പ്രാതിനിധ്യം എന്നെ മാറ്റിയൊരു വനിതയെ അവിടെ ആക്കണമെന്നല്ലേ? അല്ല, ഇപ്പൊ വേണ്ട, തീർത്തും വേണ്ട. ഒരു 33% സംവരണം, അതായത് ആഴ്ച 6 ദിവസം 2 ദിവസം അവർക്ക് കൊടുക്കണമെന്നാണ് അവരുടെ വാദം. ഞാനും ആ വാദക്കാരനാണ്. കാരണം 33 ദിവസം എനിക്ക് വിശ്രമം കിട്ടുമല്ലോ. അപ്പൊ വനിതകള് നമ്മുടെ ഈ പരിപാടി ഇവിടെ പലരും കേൾക്കുന്നുണ്ട്. വനിതകളൊക്കെ മുന്നോട്ട് വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പൊ നല്ല ക്ലാമർ നിൽക്കുകയാണ്. എല്ലാ ദിവസവും പങ്കെടുത്താൽ നിങ്ങൾ ക്ലാമർ പറഞ്ഞു. അതെ അതെ. അപ്പൊ വിഷയത്തിലേക്ക് വരാം. എന്റെ ചെറുപ്പകാലത്ത് ഇവിടെ ഈ തൊണ്ടുനെല്ല് മിഷ്യൻ, കൊയ്ത്ത് യന്ത്രം, ഇങ്ങനെയുള്ള വെറും നാടിന് ഗുണമുള്ള ഒരുപാട് കാര്യങ്ങൾ വന്നപ്പോൾ അതുവരെയും തല്ലിപ്പൊളിക്കുകയും കത്തിക്കുകയും ചെയ്ത കക്ഷികളാണ് ഇവര്. ഇന്നിപ്പോ അവരുടെ വീടുകളിൽ തൊട്ടു നോക്കണ സാധനങ്ങളേ ഉള്ളൂ. എല്ലാം തൊട്ടു നോക്കണ സാധനങ്ങൾ, അതായത് കമ്പ്യൂട്ടർ മൊത്തം എല്ലാം കമ്പ്യൂട്ടറുമായി. ഇപ്പൊ എവിടെ പോയി? ജനത്തിന്റെ തൊഴിൽ നഷ്ടപ്പെടുമെന്നുള്ള വാദമില്ല,
ഒന്നുമില്ല. അപ്പൊ ഞങ്ങൾ തൊട്ടാൽ എല്ലാം നല്ലത് പൊന്നാണ്. വേറെ ആരെങ്കിലും കൊണ്ടുവന്നാൽ അതെല്ലാം മോശം. ഈ ഒരു നയം എന്ന് മാറ്റുന്നോ അന്ന് മാത്രമേ ഇവരുടെ ഈ പരാതിയിൽ നിന്ന് മുക്തരാകുള്ളൂ. അല്ലെങ്കിൽ ഇവരെ അവസരവാദികളെന്ന് വിളിക്കേണ്ടി വരില്ലേ? യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഏതായാലും വളരെ നന്ദി പൊതുവേദിക്ക് ഒപ്പം ചേരുകയും അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്തത്. ശശികുമാറിൻ്റെ ഭാര്യ കൂടി ഈ പൊതുവേദിയുടെ ഒരു പ്രേക്ഷകയാണ് എന്ന് അവരും വ്യക്തമാക്കുന്നത്. ഏതായാലും നമുക്കൊരു സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പുവരുത്തേണ്ട ഒരു സാഹചര്യം ഉണ്ട് എന്നത് വ്യക്തമാണ്. പക്ഷേ ഞങ്ങളുടെ പൊതുവേ ഈ അവതാരകരിൽ കൂടുതലും സ്ത്രീകളാണ്. ഏറ്റവും മികച്ച പ്രവർത്തനം അല്ലെങ്കിൽ ഏറ്റവും മികച്ച രീതിയിൽ അവതരിപ്പിക്കുന്നതുമൊക്കെ സ്ത്രീകളാണ്. അതുകൊണ്ട് മൊത്തം പരിശോധിച്ചാൽ ഒരുപക്ഷെ 33% അല്ല 66% അവർക്കാണ് ഉള്ളത്. ശശികുമാർ എന്നൊരു പ്രേക്ഷകൻ കൂടി കൊല്ലത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ശശികുമാർ, ഇത് യെസ്, ഈ ശശികുമാറിന് ഒരുപക്ഷെ ഈ 2013 കാര്യം ഓർമ്മയുണ്ടാകും. ശ്രീ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഓർമ്മയുണ്ട്. ഈ മത്സ്യത്തിനോ മറ്റതിനോ ഒരു കുഴപ്പമില്ല. അങ്ങനെയാണ് യന്ത്രവൽക്കർ ബോട്ടുകളും മറ്റുള്ള വള്ളങ്ങളും നിർത്തലാക്കേണ്ടി വരും. ഇത് ആക്കേണ്ടതായിരുന്നു. അന്ന് ഈ സർക്കാർ, ഇടതുപക്ഷ സർക്കാർ അനുവദിച്ചില്ല. ഇപ്പൊ അവര് കൊണ്ടുവരും. ഇപ്പൊ ആര് പറഞ്ഞാലും അതിന് എതിർക്കുന്ന ആളാണ് ഞാൻ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒന്നും സംഭവിക്കാനില്ല. മത്സ്യത്തൊഴിലാളിയോ മറ്റുള്ളവർക്കോ ഒന്നും സംഭവിക്കാനില്ല ഇതിനകത്ത്. അങ്ങനെ സംഭവിക്കാനുണ്ടെങ്കിൽ ഒരു മത്സ്യപ്പെട്ട് ബോട്ടോ ഒരു വള്ളവോ ഒന്നും ഓടിക്കാനൊക്കത്തില്ല വെള്ളത്തിൽ കൂടെ. വെള്ളത്തിന്റെ അടിയിലൂടെയാണ് ഇതിന്റെ വൈബ്രേഷൻ ഉണ്ടാകുന്നത്. ഇതിനകത്ത് ഒരു വൈബ്രേഷൻ ഉണ്ടാകുന്നില്ല വെള്ളത്തിൽ. പിന്നെ ഞാൻ അയ്യാറി മൈനിങ് ഏരിയയിലാണ് താമസിക്കുന്നത്. കൊല്ലം അയ്യാറി മൈനിങ് ഏരിയയിലാണ്. അത് വെള്ളനാഥെടുത്ത് പൊന്മന ഇവിടെ നിന്നാണ് KMM അയ്യാറി മണ്ണ് കൊണ്ടുപോകുന്നത്. ആ ഒരു ഏരിയയിലാണ് താമസിക്കുന്നത്. ഇവിടെ മണ്ണെടുക്കുന്നത് 6 മീറ്റർ താഴത്തിലെന്ന് പറഞ്ഞിട്ട് 25 മീറ്റർ 30 മീറ്റർ ആഴത്തിലാണ് മണ്ണെടുത്തോണ്ട് പോകുന്നത്. ആരും ചോദിക്കാനില്ല, പറയാനില്ല. അവരവരുടെ രാഷ്ട്രീയം അവരവർ ചെയ്യുന്നു. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. കൂടുതൽ പ്രേക്ഷകർ യൂട്യൂബിൽ പ്രതികരണങ്ങളുമായി എത്തുന്നുണ്ട്. തോമസ് മാത്യു പറയുന്നത് ഇത് ഉമ്മൻചാണ്ടിയുടെ ഉഡായിപ്പ് സീപ്ലെയിൻ ആയിരുന്നു, ആ സീപ്ലെയിൻ അല്ല ഈ സീപ്ലെയിൻ എന്നാണ്. അങ്ങനെ ചില വാദങ്ങളും ആളുകൾ ഉന്നയിക്കുന്നുണ്ട്. ഇത് ജനകീയ ജനാധിപത്യ സീപ്ലെയിൻ ആണ് എന്ന വാദമൊക്കെ ഞാനും വായിച്ചു. ഏതായാലും എനിക്ക് ജനകീയ ജനാധിപത്യ സീപ്ലെയിനും ബൂർഷ്വാ സീപ്ലെയിനും തമ്മിലുള്ള ഒരു അന്തരം കുറച്ചുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഏതായാലും നല്ലത് ചെയ്താൽ അംഗീകരിക്കുന്നില്ല എന്ന് തോമസ് മാത്യു പറയുന്നു. നല്ലത് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാ ഘട്ടത്തിലും അംഗീകരിക്കുക തന്നെ വേണം. തോമസ് മാത്യുവിനോടൊപ്പം ഞാനും യോജിക്കുന്നു. ഇവിടെ നടക്കുന്നത് കാണുമ്പോൾ പുച്ഛം തോന്നുന്നു. അവർ ചെയ്താൽ കുറ്റം, ആര് ചെയ്താലും നല്ലത് പറഞ്ഞു കേട്ടിട്ടില്ല. ഏത് പാർട്ടിയായാലും നല്ലത് ചെയ്താൽ നല്ലത് എന്ന് പറയാൻ കഴിയണം എന്നാണ് വിനീത് ജാൻഗോ എന്ന ഒരു പ്രേക്ഷകൻ പറയുന്നത്. വളരെ ശരിയാണ്. നമുക്ക് ആളുകൾ ആര് ചെയ്താലും അത് നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയാനുള്ള വിശാല മനസ്കത ഒരു ജനാധിപത്യ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിത്തറയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അടുത്തൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നത് ദുബൈയിൽ നിന്നാണ്. ശ്രീ അബ്ദുറഹ്മാൻ, വലിയ പ്രതിഷേധം അല്ലെങ്കിൽ വലിയ വിമർശനമാണ് CPM ഇപ്പോൾ നേരിടുന്നത്. ഇത് ഒരു ഘട്ടത്തിൽ ആളുകളെ നിരത്തി, മത്സ്യത്തൊഴിലാളികളെ നിരത്തി വലിയ തോതിൽ പ്രതിഷേധം നടത്തി. അന്ന് ബോട്ടുകൾ വെച്ചു, പ്ലെയിൻ ഇറങ്ങാതിരിക്കാനൊക്കെയുള്ള നടപടികൾ നടത്തി. പക്ഷേ ഇന്ന് അവർക്ക് അത് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു. ഇതിലെന്ത് മാറ്റം വന്നു എന്നാണ് താങ്കൾ കരുതുന്നത്? നമസ്കാരം സാറേ. കാരണം പറഞ്ഞാൽ തുടക്കം മുതൽ ഇപ്പൊ മണിക്കൂറിൽ കൂടുതൽ മണ്ടന്മാരാൻ കോൺഗ്രസ്സുകാരുടെ വിഡ്ഢിത്തരങ്ങൾ ഞങ്ങൾ ഇവിടെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ, ഇപ്പൊ സാറിന് ദേഷ്യം പിടിക്കണ്ട. കാരണം അവന്മാര് സംസാരിച്ച ആ ഭാഷ ഏതാണെന്ന് താങ്കൾക്ക് നന്നായിട്ട് അറിയാം. അപ്പം കാരണം പറഞ്ഞാൽ ഈ കോൺഗ്രസ്സുകാരുടെ ബുദ്ധി എന്ന് പറയുന്നത് കാൽപാദത്തിന് അടിയിലാണെന്ന് പണ്ടുള്ളവരെ പറയാറുണ്ട്. കോൺഗ്രസ്സുകാരെ അധിക്ഷേപിക്കാനല്ലല്ലോ അവരെ അല്ല, ഇത്രയും നേരം CPM-കാരെ അധിക്ഷേപിച്ചപ്പോൾ താങ്കൾ രസകരമായി കേട്ടിരുന്നില്ലേ? ഇല്ല, ഞാൻ അങ്ങനെ ആരും അധിക്ഷേപിക്കുന്നത് കേട്ടിരിക്കുന്നു. അപ്പൊ കാരണം ഇവന്മാര് എന്തൊക്കെയാന്ന് പറഞ്ഞത് താങ്കൾ ഇനി വിഷയത്തിലേക്ക് വരുന്നുണ്ട്. കാരണം ഈ കോൺഗ്രസ്സുകാർക്ക് ഇപ്പൊ ഈ മതം ഇളകിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു 5 വർഷത്തേക്ക് ഇനി കേരളം കമ്മ്യൂണിസ്റ്റ് ഭരിക്കുന്നതാണെങ്കിൽ ഞങ്ങൾക്ക് എന്ത് ഞങ്ങൾ കടം മേടിച്ച കടങ്ങൾ എങ്ങനെ വീട്ടും, ഞങ്ങൾക്ക് എങ്ങനെ കക്കാൻ പറ്റും, അത് ഇനി പറ്റില്ലല്ലോ എന്നുള്ള വേദന കൊണ്ടാണ് അവർ പറയുന്നത്. ഇനി വിഷയത്തിലേക്ക് വരാം. ഉമ്മൻചാണ്ടി എന്ത് സംഗതി കൊണ്ടുവരുന്നുണ്ടെങ്കിലും അതിന് കൃത്യമായ ഒരു എഗ്രിമെന്റോ കാര്യങ്ങളോ ഇല്ല. കാരണം പറഞ്ഞാൽ അത് വിഴിഞ്ഞം പദ്ധതി തന്നെ നോക്കിയാൽ താങ്കൾക്കറിയാം. കാരണം പറഞ്ഞാൽ അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് അപകടകരമായ രീതിയിലാണ് ഒപ്പുവെച്ചത്. ആ ഒപ്പുവെച്ചതിന് ഒന്നും തിരുത്താൻ പറ്റില്ലായിരുന്നോ? പറ്റിയതാണെങ്കിൽ കേരളത്തിന് വൻ നഷ്ടം വരും.
അതുകൊണ്ട് അത് തിരുത്താൻ. അതുപോലെ തന്നെ അവിടെ തീവ്രവാദികളെ ഇറക്കിയിട്ട് പല സമരങ്ങളും ഒക്കെ നടത്തിയിട്ടുമുണ്ട്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഈ പ്ലെയിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഏത് സ്ഥലത്തും അവനവന്റെ ചില കോൺഗ്രസ് മന്ത്രിമാരുടെ വീട്ടുമുറ്റത്ത് കായലുണ്ടെങ്കിൽ അവിടെയും ഇറക്കാം. മത്സ്യത്തൊഴിലാളികളോ പാവങ്ങളോ ഉണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് നഷ്ടപരിഹാരം കാര്യമായിട്ടൊന്നുമില്ല. ഇപ്പൊ ഈ ഗവൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾക്കറിയാവുന്നതാണ് ഈ റോഡിന്റെ കാര്യത്തില് 6 വരിപ്പാത അതിന്റെ കാര്യത്തിൽ അവർ ചോദിക്കുന്ന നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ടാണ് ഭൂമി ഏറ്റെടുത്തത് എന്നതുപോലെ സാധാരണക്കാരന്റെ നഷ്ടങ്ങൾക്ക് നല്ലൊരു വില കൊടുക്കാൻ കഴിവുള്ള ഒരു ഗവൺമെന്റാണ് ഇത്. അവർക്ക് വേണ്ടതൊക്കെ ചെയ്തും കൊണ്ടാണ് ഈ ഗവൺമെന്റ് പല വികസനങ്ങളും ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഗവൺമെന്റിന്റെ ഭാഗമല്ല ഈ CPI അംഗീകരിക്കുന്നില്ലല്ലോ. ഹലോ, ഈ ഗവൺമെന്റിന്റെ ഭാഗമല്ലേ CPI? അല്ല, CPI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞങ്ങൾ പറഞ്ഞില്ല, ഞങ്ങളൊന്നും CPIനെ അംഗീകരിക്കുന്നില്ല. പിന്നെ അവർക്കെന്ന് പറഞ്ഞാൽ ഒരു കുടുംബക്കാരല്ലേ എന്ന് വിചാരിച്ചിട്ട് അവിടെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വിട്ടിരിക്കുന്നതാണ്. കാരണം അവരെന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ കൂടെ പോയിട്ട് അടിയന്തരാവസ്ഥ കാലത്ത് പണ്ട് മുഖ്യമന്ത്രിയായി ഇരുന്നിട്ട് പാവങ്ങളെ ഉരുട്ടിക്കൊന്ന മാതിരിയുള്ള സ്വഭാവമുള്ളവരാണ്. എങ്കിലും ഞാൻ പറഞ്ഞില്ല സാറ് ചിരിക്കണ്ട, അവര് വലിയേട്ടൻ ചമയാണ്. ഹലോ, അവർക്കെന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ ഒപ്പം പോയിട്ട് ഇനിയിപ്പം കുറച്ചൊരു അടിമപ്പണി എടുത്താലേ തൃപ്തിയാവത്തുള്ളൂ. അവർക്ക് വേണ്ടത് അവരെ കാര്യം കിട്ടിയപ്പോൾ CPI നിങ്ങൾക്ക് കണ്ടുകൂടാത്തവരായി എന്നൊരു ആക്ഷേപം. ഈ കോൺഗ്രസ്സുകാരുണ്ടല്ലോ, ഗാന്ധിജി ഇപ്പം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഈ കോൺഗ്രസ്സുകാരെ ചെരുപ്പെടുത്ത് അടിച്ചിട്ട് കോൺഗ്രസ് പാർട്ടിയെ പിരിച്ചുവിട്ടിട്ടുണ്ടായിരുന്നെങ്കിലും എന്ന ചോദ്യം അവർ ഉന്നയിക്കും കേട്ടോ. പോട്ടെ, ഏതായാലും പ്രവീൺ എന്നൊരു പ്രേക്ഷകൻ ചെങ്ങന്നൂരിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ പ്രവീണ് എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? മത്സ്യത്തൊഴിലാളികളെ ഇറക്കി വള്ളങ്ങൾ നിരത്തി മത്സ്യബന്ധനത്തിൻ്റെ പേരിൽ കൊടികൾ കുത്തി നടത്തിയ ഒരു പ്രതിഷേധം കഴിഞ്ഞിട്ട് 11 വർഷങ്ങളായി. അന്ന് നടത്താത്ത ഒരു കാര്യം ഇന്ന് നടക്കാൻ പോകുന്നു എന്നറിയുമ്പോൾ നമുക്ക് അത് അംഗീകരിക്കേണ്ടതല്ലേ ശരി? സാറേ, നമ്മുടെ ഈ ഇടതുപക്ഷ ഗവൺമെന്റ്, അതായത് പിണറായി വിജയൻ ഗവൺമെന്റ് ഇത്രയും കാലമായിട്ട് എന്ത് വികസനമാണ് നമുക്ക് ഈ കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വെക്കാൻ പറ്റിയ ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു വികസനത്തിന്റെ പേര് അവർ പറയാൻ വേണ്ടി ആദ്യം തന്നെ പറയണം. ഇപ്പം കഴിഞ്ഞ കോളിലൊക്കെ പ്രതികരിച്ച ആളോട് ചോദിക്കണം, പറഞ്ഞ മനസ്സിലായി. നമ്മളെ എന്ത് വികസനവും 1000 പേരിൽ കൂടുതൽ ജോലി കൊടുക്കാൻ പറ്റിയ എല്ലാ വികസന പ്രവർത്തനങ്ങളുടെയും വലിയ ചിന്താഗതി കൂടെ കൊണ്ടുവന്നത് ഉമ്മൻചാണ്ടി സർക്കാരാണെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പിന്നെ അവരതിന്റെ ബാക്കി കാര്യങ്ങൾ അവരനുഭവിച്ചോട്ടെ, കുഴപ്പമില്ല. നമുക്കിപ്പം കേരളം നന്നായാൽ മതി. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കൊണ്ടുവന്നാലും പിണറായി വിജയൻ ഗവൺമെന്റ് കൊണ്ടുവന്നാലും കുഴപ്പമില്ല. പക്ഷെ അവരതൊന്നും അംഗീകരിക്കാൻ തയ്യാറായില്ല. ഈ ശർമ്മയെ പോലുള്ളവര് നമ്മുടെ കൊച്ചി എയർപോർട്ടിന്റെ അതിന്റെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരുന്ന് എങ്ങനെയാണെന്നുള്ള കഥയൊക്കെ മനസ്സിലാക്കണമെന്ന് മാത്രം പറയാനുള്ളൂ. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അജിത് കുമാർ കെ മരോളി എന്നൊരു പ്രേക്ഷകൻ യൂട്യൂബിൽ അദ്ദേഹത്തിൻ്റെ വളരെ വ്യക്തമായ ഒരു നിലപാട് അറിയിക്കുന്നു. എതിർപ്പുകൾ ഉണ്ടെങ്കിൽ സംസ്ഥാനത്തിന് ആവശ്യമുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ അത് ചർച്ചകൾ നടത്തി ആശങ്കകൾ അകറ്റി അത് നടപ്പിലാക്കുകയാണ് വേണ്ടത്. ഉത്തരവാദിത്വമുള്ള ഒരു സർക്കാർ അങ്ങനെയാണ് ചെയ്യേണ്ടത്, അല്ലാതെ ഒളിച്ചോടുകയായിരുന്നില്ല. അപ്പോൾ അന്ന് 2013 എതിർപ്പ് ഉണ്ടായിരുന്ന ഘട്ടത്തിൽ അത് ആളുകളുമായി ചർച്ച ചെയ്ത് അവരെ വിശ്വാസത്തിലെടുത്ത് നടപ്പിലാക്കാൻ കഴിയണം ആയിരുന്നു എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഏതായാലും കേരളം മാത്രമല്ല, തമിഴ്നാട്, ആന്ധ്ര, കർണാടക സംസ്ഥാനങ്ങളിലും ഇത് നടപ്പിലാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നു. ഏതായാലും മറ്റൊരു പ്രേക്ഷകൻ കൂടി നമുക്ക് ഒപ്പം ചേരുന്നത് രാജനാണ്, കൊല്ലത്ത് നിന്ന്. അതോടൊപ്പം തന്നെ തോമസ് KC എന്നൊരു പ്രേക്ഷകൻ കൂടി യൂട്യൂബിൽ വന്നിരിക്കുന്നു. അദ്ദേഹം പറയുന്നത് പണ്ട് +2വിൻ്റെ കാര്യത്തിലും സമാനമായ സംഭവമായിരുന്നു. അത് അന്ന് ഈ +2 നടപ്പിലാക്കുന്നത് നേരത്തെ TM ജേക്കബ് കൊണ്ടുവന്ന ഒരു രീതിയെ അതേപടി കോപ്പി അടിക്കുകയായിരുന്നു. പക്ഷേ അന്ന് TM ജേക്കബ് കൊണ്ടുവന്നപ്പോൾ എതിർത്തു എന്നൊരു ആരോപണം ഉണ്ട്. അതായിരിക്കാം ഒരു പക്ഷേ തോമസ്, അത് പ്രീ ഡിഗ്രി ബോർഡ് ആയിരിക്കാം തോമസ് ഉന്നയിക്കുന്ന ഈ വിഷയം. രാജൻ എന്നൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം സ്ഥിരമായി ചേരുന്ന പ്രേക്ഷകനാണ്, കൊല്ലത്ത് നിന്നാണ് അദ്ദേഹം വിളിക്കുന്നത്. ശ്രീ രാജൻ, അഷ്ടമുടിക്കായലിൽ അന്ന് ഈ പ്രതിഷേധത്തിനൊക്കെ താങ്കളും ഒരുപക്ഷെ സാക്ഷിയായിരുന്നിരിക്കണം അല്ലേ? സാറേ, ഏത് പാർട്ടി ഭരിക്കുമ്പോഴും അതിന് ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് ഉണ്ടെന്ന് അതിനെ എതിർക്കുക എന്നുള്ളത് ഒരു സ്വാഭാവികമാണ്. പ്രതിപക്ഷം ഭരണപക്ഷം എന്നുള്ള ഒരു വ്യത്യാസം ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഇത് എതിർക്കുന്നത്. പിന്നെ കേരളയിൽ കൊണ്ടുവന്നു, ആദ്യം കൊണ്ടുവന്നത് ഉമ്മൻചാണ്ടിയാ. 22 ലക്ഷം രൂപ മുടക്കുകയും ചെയ്തു. കേരളയിൽ കൊണ്ടുവന്ന ഉമ്മൻചാണ്ടിയാ. അന്ന് അവർക്കത് വേണമായിരുന്നു. അവർ പിന്നെ തോറ്റതിന് ശേഷം ഇപ്പം പിണറായി വിജയൻ അത് നടപ്പാക്കാൻ നോക്കിയപ്പോൾ
ഇവരെ സമ്മതിക്കുന്നില്ല. അത് സ്വാഭാവികമാണ്. അതുപോലെ തന്നെ BJP സമ്മതിക്കുന്നില്ല. ഏതായാലും ഈ സ്വാഭാവികതയിൽ ഒരു അസ്വാഭാവികത തോന്നുന്നില്ല. ഇത് ജനാധിപത്യത്തിൽ. ഇല്ല, ഒരു മിനിറ്റ് എന്റെ വർത്താനം ഒന്ന് കേൾക്കട്ടെ സാർ. എന്നിട്ട് കേരളയില് കൊണ്ടുവരാൻ കൊണ്ട് ഇപ്പം BJP സമ്മതിക്കുന്നില്ല. ആ സമയത്ത് ഗുജറാത്തിൽ നിന്ന് ബോംബെയിലേക്ക് കേരളയിൽ ഇട്ട് കഴിഞ്ഞു 1,10,000 കോടിയാണ് ചെലവ്. അല്ല, അവിടെ നിങ്ങൾ അവിടെ ഹൈസ്പീഡ് റെയിൽ എതിർക്കുന്നത് CPM ആണ്, അതറിയാലോ അല്ലേ? അല്ലല്ല, ഹൈസ്പീഡ് റെയിലൊന്നും CPM അത് എല്ലാവർക്കും അറിയാം. ആ അഹമ്മദാബാദ് ഹൈസ്പീഡ് റെയില് ബോംബെയിൽ എതിർക്കുന്നത് ആരാണ്? നമ്മുടെ പാർട്ടി കോൺഗ്രസിൽ തന്നെ അത് വലിയ ചർച്ചയായിരുന്നു ആ വിഷയം. കണ്ണൂരിൽ നടന്നു. കേരളത്തിൽ UDF ഒരുപാട് നല്ല കാര്യങ്ങൾ, പാലാരി വട്ടം പാലം പണിഞ്ഞു, പിന്നെ അതുപോലെ തന്നെ വെള്ളൂർ ന്യൂസ് പ്രിന്റ് ഫാക്ടറി വിൽക്കാൻ നോക്കി, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ എന്തുവായിരുന്നു ഞാൻ പറഞ്ഞു, സോളാർ കൊണ്ടുവന്നു, ഒരുപാട് നല്ല കാര്യങ്ങൾ പിന്നെ നമ്മുടെ ഉമ്മൻചാണ്ടി ചെയ്തു. പിന്നെ സലീം കുമാറിനെ ഓർമ്മയില്ലേ, ജോപ്പന്, ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ പുള്ളി ചെയ്തു. അതൊന്നും നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. ശരി, യെസ്. സന്തോഷ് എന്നൊരു പ്രേക്ഷകൻ കാസർഗോഡ് നിന്ന് ചേരുന്നുണ്ട്. സന്തോഷിനെ കുറെ ദിവസമായല്ലോ കണ്ടിട്ട്, അല്ലേ? സാറെ വിളിക്കാറുണ്ട്, എടുക്കാറില്ല. എടുക്കുന്നില്ലേ? അത് അന്വേഷിക്കണമല്ലോ. അങ്ങനെ ചില സമയത്ത് എടുക്കാറില്ല. പിന്നെ ഈ നമ്മൾ പറയുന്ന കാര്യത്തിനല്ലല്ലോ ചിലർ അഭിപ്രായം പറയുന്നത്. ഇപ്പൊ സോളാറിന്റെ കാര്യമൊക്കെ ഇതിൽ വലിച്ചെടുക്കേണ്ട യാതൊരു ആവശ്യം വരുന്നില്ല. അങ്ങനെയൊക്കെ ഇപ്പൊ നമ്മള് അടിപൊളി മന്ത്രിയല്ലേ ശശി. ശശി രാത്രി ഫോൺ വിളിച്ച് എന്തൊക്കെ പറഞ്ഞു. അത് നമ്മൾ അതെന്നല്ല പറയുന്നത്. ഇപ്പൊ ഈ സീപ്ലെയിൻ കൊണ്ടുവന്നതില് ഇപ്പൊ കഴിഞ്ഞ UDF സർക്കാർ ഉണ്ടായ സമയത്ത് സീപ്ലെയിൻ കൊണ്ടുവരുമ്പോ ഈ സമരം നടത്തിയത് ചിത്തരഞ്ജനൊക്കെയാണ് ഈ സമരം നടത്തിയത്. ഇതേ പാർട്ടിക്കാരാണ്. അതേപോലെ തന്നെ ഇന്ന് മന്ത്രി റിയാസ് പറയുന്നുണ്ടായിരുന്നു ഗെയിൽ പൈപ്പ് ലൈൻ. അത് കാസർഗോഡ് ജില്ലയിലാണ്. ഈ ഗെയിൽ പൈപ്പ് ലൈൻ വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പ്രതിഷേധം നടത്തിയത് മാർക്സിസ്റ്റുകാരാണ്. കാരണം അവരുടെ സംഘടനാ പ്രവർത്തന രീതിയിൽ മാർക്സിസ്റ്റുകാർ ഇതിൽ നിൽക്കും. ഇവർ ഈ പഴയ ട്യൂബ്ലൈറ്റ് പോലെയാണ് സാർ, ഈ ചോക്കുള്ള ട്യൂബ്ലൈറ്റ് മെല്ലെ കത്തുള്ളൂ. ഇവർക്ക് 10 വർഷം മുമ്പ് നടക്കേണ്ട കാര്യങ്ങൾ 10 വർഷം കഴിഞ്ഞിട്ട് ഇവർ ചിന്തിക്കുള്ളൂ. ഇപ്പം ഇവിടെ നേരത്തെ ഞങ്ങളുടെ നാട്ടിലൊക്കെ എന്ന് വെച്ചാൽ ഈ പണയുള്ളതാണ് ചെങ്കല്ല്. ആ പണ വിഷയം വന്ന സമയത്ത് സമരം നടത്തിയ ഒരു മാർക്സിസ്റ്റുകാരാണ്. ആ മാർക്സിസ്റ്റുകാരാണ് ഇപ്പൊ ആ പണയുടെ മുതലാളിയും ആ അതിന്റെ ഡ്രൈവർമാരും. ഇവർക്ക് ഇതൊന്നും അറിയില്ല. ഇപ്പം കേരളയിൽ വന്ന് കുറ്റി മഞ്ഞക്കല്ല് കേട്ടു. ഇപ്പം ഇവിടെ കായലിൽ എന്തായാലും കുറ്റിയൊന്നും നാട്ടേണ്ട ആവശ്യം വരുന്നില്ല. അവിടുന്ന് പിന്നെ മാട്ടുപ്പെട്ടിയിലേക്ക് നൂഡിൽസ് കൊണ്ടുപോകാനായിരിക്കും. മറ്റേ കേരളയിൽ അപ്പം കൊണ്ടുപോകാൻ പറഞ്ഞേക്കുന്നത്. ഇതിപ്പം മാട്ടുപ്പെട്ടിയിലേക്ക് നൂഡിൽസ് കൊണ്ടുപോകാനായിരിക്കും ഇത് ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഏതായാലും കുറേ ദിവസത്തിന് ശേഷമാണ് സന്തോഷ് വിളിച്ചെങ്കിലും സന്തോഷ് വളരെ വൈകാരികമായി ആഞ്ഞടിക്കുകയാണ്. സമുന്നയ എന്നൊരു പ്രേക്ഷക ഈ യൂട്യൂബിൽ ഒരു കമൻ്റ് ഇട്ടിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പേ ഉമ്മൻചാണ്ടി സാർ ഈ സീപ്ലെയിൻ കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ പിന്നെ ഒരു ഡാഷ് എന്നാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഡാഷുകളും എന്നായിരിക്കും അത് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഏതായാലും അത് എന്താണ് അവിടെ പൂരിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. കളിയാക്കി മടക്കിയിരുന്നു എന്ന കാര്യം ഓർക്കുക എന്നാണ് അവർ പറയുന്നത്. അല്ലെങ്കിലും ആരെങ്കിലും ഉണ്ടാക്കിയ കുഞ്ഞിൻ്റെ പിതൃത്വം ഏറ്റെടുക്കാൻ CPM അല്ലേലും നല്ല വിരുദാണ് എന്ന് പറയുന്നു. ബ്ലാക്ക് കോബ്രയുടെ വളരെ ശക്തമായ ആരോപണമാണ്. ഇപ്പോൾ സംസാരിച്ച കൊല്ലത്തെ രാജനോട് സ്വർണ്ണക്കടത്തിനെക്കുറിച്ചും സ്വപ്നയെക്കുറിച്ചും ശിവശങ്കരനെക്കുറിച്ചും ഒക്കെ ഒന്ന് പറയാമോ എന്നാണ്. അവിടെ സോളാറാണെങ്കിൽ ഇവിടെ സ്വർണമാണ്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആരോപണങ്ങൾ ഉന്നയിക്കാം. സന്തോഷ് എന്നൊരു പ്രേക്ഷകൻ ചേരുന്നത് കോട്ടയത്ത് നിന്നാണ്. കോട്ടയത്ത് നിന്ന് സന്തോഷ് ചേരുന്നു. ശ്രീ സന്തോഷ്, കേൾക്കാമോ? യെസ്. ഈ സന്തോഷിന് എന്താണ് തോന്നുന്നത്? ഈ അന്ന് നടക്കാതെ പോയ ഒരു സ്വപ്ന പദ്ധതി ഇന്ന് തിരിച്ചു വരുമ്പോൾ അത് നമ്മുടെ കേരളത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകളുടെ തെറ്റിലേക്കാണോ വിരൽ ചൂണ്ടുന്നത്, അതോ അത് കുറെ കൂടി മെച്ചപ്പെട്ട രീതിയിൽ നടപ്പിലാക്കാൻ കഴിയുന്ന ശരിയിലേക്കാണോ വിരൽ ചൂണ്ടുന്നത്? സാറേ, ഇത് നടപ്പിലാക്കാൻ പറ്റുന്ന ശരിയിലേക്കാണ് ചൂണ്ടുന്നത്. കാരണം എന്താ വെച്ചാല് ഇപ്പം ഉമ്മൻചാണ്ടി സാറും നല്ലൊരു മുഖ്യമന്ത്രിയായിരുന്നു, പിണറായി വിജയൻ സഖാവും നല്ലൊരു മുഖ്യമന്ത്രി തന്നെയാണ്. പക്ഷെ ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താ വെച്ചാൽ ചങ്കുറുപ്പും തന്റെ ഇടം ഉള്ളതെന്ന് പറഞ്ഞ പിണറായി വിജയൻ സഖാവിനാണ്. കാരണം വെച്ചാൽ പുള്ളി ഒരു കാര്യം തീരുമാനിച്ചാൽ അത് നടപ്പിലാക്കും. സമരമല്ല എന്ത് വന്നെന്ന് പറഞ്ഞാൽ അതിനെ നേരിട്ടോണ്ട് പുള്ളി ഓരോ പദ്ധതിയും നടപ്പാക്കും. ഉമ്മൻചാണ്ടി സാറിന് പറ്റിപ്പോയെന്ന് വെച്ചാൽ 4 പേര് കൊടിയായിട്ടിരുന്ന സാറ് ആ പരിപാടി അങ്ങ് ഉപേക്ഷിക്കുമായിരുന്നു. കാരണം എന്താ വെച്ചാൽ സാറിന്റെ കൂടെയുള്ള മന്ത്രിമാര്
സാറിനെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ്. മന്ത്രിമാർ കൂടെ ഉള്ള ഒരു ശക്തിയില്ലാതെ ഇപ്പോൾ ഉള്ള മന്ത്രിമാരെന്ന് പറഞ്ഞാൽ സാർ കണ്ടോ, പിണറായി വിജയൻ സഖാവിന്റെ കൂടെയുള്ള മന്ത്രിമാരെന്നുള്ള ശക്തമായ എന്തിനും പുള്ളിയുടെ കൂടത്തിൽ നിൽക്കുന്ന മന്ത്രിമാരാ. അതിപ്പം അങ്ങനെ വേണം. ഒരു ഭരണാധികാരി എന്ന് പറയുന്നത് നടപ്പിലാക്കാൻ ചങ്കുറപ്പും തന്റെ ഇടം ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുള്ളൂ. അത് നമ്മൾ കേന്ദ്രത്തിലും കണ്ടുവരുന്നത്. അപ്പൊ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ഓരോ പദ്ധതികൾ വരണം. നമ്മൾ ആ പഴയ കാലത്ത് കിടന്നിട്ട് കാര്യമില്ല. അപ്പൊ ഇങ്ങനെ ഓരോ അത് കാരണം വെച്ചാൽ അതിനകത്ത് ഇപ്പൊ കായലിനെ വേണേ ഒഴിവാക്കിക്കൊണ്ട് ഡാമുകൾ തമ്മിലാക്കാം. മലമ്പുഴ ഡാം, ഇടുക്കി ഡാം, ഇങ്ങനെയുള്ള ഡാമിനെ വേണേ ആക്കാം. അപ്പം മത്സ്യത്തൊഴിലാളികൾക്കും ബുദ്ധിമുട്ടില്ലാതെ കാര്യങ്ങളൊക്കെ ഓടും. പക്ഷെ എന്താണ് അത് നടപ്പിലാക്കണം. അതാണ് ഇച്ഛാശക്തിയുള്ള ഒരു മുഖ്യമന്ത്രി അല്ല ഒരു പ്രധാനമന്ത്രി, മന്ത്രിമാരെന്ന് പറഞ്ഞാൽ അങ്ങനെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഇച്ഛാശക്തിയെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഇത് പൂട്ടിക്കാനുള്ള ഇച്ഛാശക്തി മറുവശത്ത് ഉണ്ടാകുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്നുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഏതായാലും ഒരു കാര്യം അറിയാം, ഇപ്പോഴും ആലപ്പുഴയിൽ അന്നത്തെ ആ പദ്ധതിയുടെ അടച്ചിട്ട മുറിയിൽ മാലിന്യങ്ങൾക്കൊപ്പം ആ ഓർമ്മകളും അവിടെ കാണുന്നു എന്നാണ് ആളുകൾ പറയുന്നത്. ഏതായാലും ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ വർഷങ്ങൾക്ക് മുമ്പ് നടക്കാതെ പോയ ആ പദ്ധതി, ആ പ്ലെയിനൊക്കെ പിന്നീട് സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് ജപ്തി ചെയ്യപ്പെട്ടു എന്നുകൂടിയാണ് ഇപ്പോൾ വിവരങ്ങളായി പുറത്തു വരുന്നത്. ഏതായാലും ഈ വിഷയം ഞങ്ങൾ യൂട്യൂബിലും പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ച ചെയ്തു. യൂട്യൂബിൽ പ്രേക്ഷകർ ഈ വിഷയത്തിൽ വലിയ തോതിൽ പ്രതികരിച്ചു. ഇത് അന്നത്തെ സീ പ്ലെയിൻ പദ്ധതിയിൽ നിന്ന് CPM മലക്കം മറിയുകയാണോ എന്നായിരുന്നു ചോദ്യം. അതിൽ 90% ആളുകളും മലക്കം മറിയുന്നു എന്ന നിലപാട് വ്യക്തമാക്കുന്നു. അതേസമയം 10% ആളുകൾ അല്ല, ഇതൊരു പുതിയ പദ്ധതിയാണ്, ഇത് ഇച്ഛാശക്തിയുടെ പ്രതീകമാണ് എന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുകയാണ്. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.